ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഭരണകൂടങ്ങൾ തങ്ങളുടെ വിമർശകരെ നേരിടാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം എന്താണ്? അത് ഭയമാണ്. പ്രതിപക്ഷത്തെ മുഴുവൻ ദേശദ്രോഹികളായും വിഘടനവാദികളായും ചിത്രീകരിക്കുന്ന സംഘപരിവാർ ശൈലിന് കേരളത്തിലെ ഇടതുപക്ഷവും കടമെടുക്കുന്നുവോ എന്ന ചോദ്യം സജീവമായി കൊണ്ടിരിക്കുകയാണ്. 2 മാസം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെ വിളിച്ചത് MMC എന്നാണ്, അതായത് മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസ് എന്ന്. കോൺഗ്രസിനെ മാവോവാദികൾ നിയന്ത്രിക്കുന്നുവെന്ന മോദിയുടെ അതേ ആഖ്യാനം ഇന്ന് മറ്റൊരു രൂപത്തിൽ കേരളത്തിലെ CPM നേതാവ് AK ബാലൻ ആവർത്തിക്കുകയാണ്. കേരളം ഭരിക്കുക ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തെ ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക, അവരാണ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഒഴിമാറാടും 2ാം മാറാടും എന്നല്ല ഉണ്ടാവും. അതിന് പറ്റിയ സമീപനമാണ് ലീഗ് സ്വീകരിക്കുന്നത്, അതിന് പറ്റിയ സമീപനമാണ് RSSും സ്വീകരിക്കും. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്നും മാറാട് കലാപങ്ങൾ ആവർത്തിക്കുമെന്നാണ് ബാലന്റെ വാദം. മാറാട് കലാപ സമയത്ത് ആദ്യ സമാധാന ശ്രമങ്ങൾക്ക് ശ്രമിച്ചവരാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന ചരിത്ര വസ്തുതയെ പോലും AK ബാലൻ വിസ്മരിച്ചിരിക്കുകയാണ്. നോക്കൂ, എത്ര കൃത്യമായ സമാനതയാണിത്. മുസ്ലിങ്ങൾ കേരളത്തിൽ ഭൂരിപക്ഷമാകുമെന്നും ഹിന്ദുക്കൾ അപകടത്തിലാകുമെന്നുമുള്ള സംഘപരിവാർ പ്രചരണത്തിന്റെ അതേ പതിപ്പല്ല ഇത്. ജനകീയ സമരങ്ങൾക്ക് പിന്നിൽ അർബൻ നക്സലുകളും തീവ്രവാദികളുമാണെന്ന് മോദി സർക്കാർ പറയുമ്പോൾ പിണറായി ഭരണകൂടത്തെ വിമർശിക്കുന്നവരെല്ലാം തീവ്രവാദികളാക്കാനാണ് കേരളത്തിലെ ഇടതുപക്ഷം ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നം നക്സലൈറ്റുകളോ ഇസ്ലാമിക രാഷ്ട്രീയക്കാരോ അല്ല, മറിച്ച് പ്രതിപക്ഷം എന്ന ജനാധിപത്യ ആശയമാണ്. ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള BBC ഡോക്യുമെന്ററി മോദി സർക്കാർ നിരോധിച്ചത് BBC അർബൻ നക്സലൈറ്റുകൾ ആയതുകൊണ്ടാണോ? ഒരിക്കലുമല്ല, മറിച്ചത് വിമതത്വം എന്ന ജനാധിപത്യ ശബ്ദമായതുകൊണ്ടാണ്. ഇതേ ഭയമാണ് ഇന്ന് കേരളത്തിലെ ഭരണപക്ഷത്തെയും നയിക്കുന്നത്. വിധേയരല്ലാത്ത, വാഴ്ത്തുപാട്ടുകാരല്ലാത്ത പൗരന്മാരെ സാമൂഹികമായി ഭ്രഷ്ട് കൽപ്പിക്കാനുള്ള ഈ വെപ്രാളം ജനാധിപത്യത്തിന് ആപത്താണ്. മുസ്ലിങ്ങളെ ആഭ്യന്തര ശത്രുക്കളായി ചിത്രീകരിക്കുന്ന സംഘപരിവാർ പദ്ധതിയുടെ അനുബന്ധമായി കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം മാറുന്നത് ചരിത്രപരമായ വഞ്ചന കൂടിയാണ്. കേരളത്തിന്റെ മതേതര മനസ്സിനെ വർഗീയ ധ്രുവീകരണത്തിലേക്ക് തള്ളിവിടുന്ന ഈ ഭയത്തിന്റെ രാഷ്ട്രീയം നമ്മൾ തിരിച്ചറിയണം, അതിനെ പ്രതിരോധിക്കുകയും വേണം.